welcome our science class. What we learned in the last class? Do you understand? Okay, our lesson is first lesson 1. Nutrition in plants. Okay, today we are going to study the new topics, modes of nutrition. Okay, in previous class we all are studied ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ഓട്ടോട്രോപ്സ്, ഹെറ്ററോട്രോപ്സ്, പിന്നെ ഫോട്ടോസിന്തസിസ് പറഞ്ഞു, ആൽഗെ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. ഹെറ്ററോട്രോപ്സ് അല്ലേ? അപ്പം നമ്മൾക്കറിയാം ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ് ഹെറ്ററോട്രോപ്സ്. അപ്പം നമ്മൾ പ്ലാന്റ്സ് ഓട്ടോട്രോപ്സ് ആണെന്ന് പറഞ്ഞിരുന്നല്ലേ? ഇപ്പം എല്ലാ പ്ലാന്റ്സും ഓട്ടോട്രോപ്സ് ആണോ? അല്ല, എല്ലാ പ്ലാന്റ്സും ഗ്രീൻ കളറും അല്ലല്ലേ? അപ്പം ഗ്രീൻ കളറുള്ള പ്ലാന്റ്സ് നമുക്കറിയാം തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യും, ഫോട്ടോസിന്തസിസ് നടക്കും. എന്നാൽ ഗ്രീൻ കളർ അല്ലാത്ത അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്ത പ്ലാന്റ്സും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും? ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആയിരിക്കും അല്ലേ? ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉള്ള പ്ലാന്റ്സിന് ഒരു എക്സാമ്പിളാണ് കസ്കട്ട അല്ലെങ്കിൽ അമാർബൽ എന്ന് പറയും. അമാർബൽ നമ്മൾ മലയാളത്തിൽ ഇത്തിൽക്കണ്ണി എന്നൊക്കെ പറയും അല്ലേ? ഒരു മരത്തിലേക്ക് ഇങ്ങനെ ആ ഒരു ക്ലൈംബർ പോലെയുള്ള ഒരു ചെടിയാണ്. അതിങ്ങനെ മരത്തിലേക്ക് ഇങ്ങനെ പന്തലിച്ചിങ്ങനെ കയറി ആ ഒരു ട്രീയുടെ ന്യൂട്രിയൻസ് വലിച്ചെടുത്തുകൊണ്ട് ഈ ഒരു പ്ലാന്റ് നിലനിൽക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ പ്ലാന്റ്സിലും ഉണ്ട്. എക്സാമ്പിള് ഹസ്കട്ട. അപ്പോൾ ഹോസ്റ്റിൻ്റെ ന്യൂട്രിയൻസ് എടുക്കുക അല്ലേ? എന്നിട്ട് അവർ വളരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു ടെക്സ്റ്റിൽ പേജ് നമ്പർ 5 ഒരു പിക്ചറുണ്ട്. ക്യാൻ യു സീ ദിസ്? 1.5 കസ്കട്ട കണ്ടോ? മാർബൽ ഓൺ ഹോസ്റ്റ് പ്ലാന്റ്. ഓക്കെ, ഒരു പിക്ചർ കണ്ടോ? ഓക്കെ, ഇങ്ങനെ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പറയുന്ന പേരാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കസ്കട്ട ഈസ് കോൾഡ് പാരസൈറ്റ്. എന്താണ് പാരസൈറ്റ് എന്ന് പറയുന്നത്? ദ ഓർഗനിസം either plant or animal that derives nutrients from another organism without benefiting the host is known as parasite. അപ്പം കസ്കട്ട അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉള്ള കസ്കട്ട ഏത് വരുന്നു? പാരസൈറ്റ് ആണ്. അതായത് ധാരാളം ജീവികളിൽ മറ്റൊന്നിൻ്റെ ന്യൂട്രിയൻസ് എടുത്തുകൊണ്ട് ജീവിക്കുന്നതിനെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പാരസൈറ്റ് ഈസ് ഏതാണ്? animals that derives nutrients from another organism. Okay, understand? അപ്പം നമ്മൾ പറഞ്ഞു ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്റ്റ് the organism, whether plant or animal that provides nutrients to another organism or organism is known as parasite, is called a host അല്ലേ? ഓക്കെ, അപ്പം ഇൻസെക്ടിവോറസ് പ്ലാന്റ്, അതായത് നിങ്ങൾ ഒരു പിക്ചറ് ഓക്കെ കണ്ടോ? ഇതാണ് പിക്ചർ പ്ലാന്റ് എന്ന് പറയും. ഈ പിക്ചർ പ്ലാന്റ് എന്താണ്? ഇൻസെക്റ്റിനെയാണ് അതിന് ഫുഡാക്കുന്നത്. ഇൻസെക്റ്റിനെ അത് ഫുഡാക്കും. കണ്ടോ? ഒരു ജഗ് പോലെയുള്ള ഒരു ഫ്ലവർ കണ്ടോ? ഇതിനകത്തേക്ക് എന്ത് വരും? ഇൻസെക്റ്റ് വരും. അപ്പോൾ ഈ ലിഡ് ഇങ്ങനെ താഴെ ഇങ്ങനെ അടയുന്നു. അങ്ങനെ അടയുമ്പോഴത്തേനും ആ ഒരു ഇൻസെക്റ്റ് അതിൻ്റെ ഉള്ളിലാകുന്നല്ലേ? അതവിടെ എങ്ങനെയാകുന്നു? ചത്തിട്ട് പിന്നെ അത് ഒരു ജ്യൂസായിട്ട് അതിനെ ആ ഒരു പ്ലാന്റിൻ്റെ ഫുഡായിട്ട് മാറുന്നു, അതിന് ന്യൂട്രിയൻസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്ലാന്റ് ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എ ഫ്യൂ പ്ലാന്റ്സ് വിച്ച് ക്യാൻ ട്രാപ്പ് ഇൻസെക്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ദം. ഓക്കെ, നമുക്കൊരു അമേസിങ് ആയിട്ട് തോന്നുന്നല്ലേ ഇൻസെക്റ്റിനെ തിന്നുന്ന പ്ലാന്റ് ഉണ്ടോ എന്ന് തോന്നുന്നല്ലേ? അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ വെറൈറ്റി പ്ലാന്റുകളുണ്ട്. ഇതിനാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? Okay, the plants which trap insect and digest them by producing digestive juices are called insectivorous plant. Okay, and these plants are green or some other color. ഇത് പല അല്ല, ഗ്രീനും ഉണ്ട് മറ്റു കളറിലൊക്കെ ഉണ്ട്. They can carry out photosynthesis
but they do not have nitrogen rich substance from the soil. Okay, ഇതെന്താണ്? ഇതിന് മണ്ണിൽ നിന്നും ആ നൈട്രജന് സോയിലിലൂടെ വലിച്ചെടുക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് so this plant make their own food but depend on insect for nitrogenous food. ഓക്കെ, അപ്പം ഇത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇൻസെക്റ്റിനെ ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ട്രാപ്പിലൂടെ ഇതാക്കിയിട്ട് അവരുടെ ഫുഡാക്കുന്നത്? കാരണം ആ നൈട്രജൻ അവർക്ക് റിച്ച് അല്ലേ, അതായത് സോയിലിലൂടെയുള്ള നൈട്രജന് സോയിലിലൂടെയാണ് കിട്ടുന്നത്, വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ നൈട്രജൻ കിട്ടാത്തത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇൻസെക്റ്റിന് ഇങ്ങനെ ഒരു ഫുഡാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളാണ് പിക്ചർ പ്ലാന്റ് ഉണ്ട്, പിന്നെ സൺഡ്യൂ. പിക്ചർ പ്ലാന്റ് സൺഡ്യൂ എന്നൊക്കെ പറയുന്നത് ഇൻസെക്ടിവോറസ് പ്ലാന്റിൻ്റെ എക്സാമ്പിളാണ്. പിക്ചർ പ്ലാന്റിൻ്റെ പടം ഞാൻ കാണിച്ചു. പിന്നെ സൺഡ്യൂ എന്നൊക്കെ പറയുന്നത് ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നെക്സ്റ്റ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ആണ്. സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ the modes of nutrition in which organism digest the dead and decaying organic material outside of the body by secreting enzyme and then absorb the nutrients in solution form is called saprophytic nutrition എന്ന് പറയുന്നത്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള അല്ലെ, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നുള്ള ഫുഡ് ആക്കുന്നതിനാണ് സാപ്രോട്രോഫ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനെയാണ് സാപ്രോട്രോഫ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ആണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ദ ഓർഗാനിസം ഡൈജസ്റ്റ് ആൻഡ് ദ ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽ ഓക്കെ ഔട്ട്സൈഡ് ദ ബോഡി ബൈ സെക്രീറ്റിംഗ് എൻസൈം. ഓക്കെ, നിങ്ങൾ പേജ് നമ്പർ 6 ഒരു ബ്രെഡ് കണ്ടോ? ഫംഗി ഗ്രോവിങ് ഓൺ ബ്രെഡ് എന്ന് പറഞ്ഞോ. നമുക്കറിയാം ബ്രെഡിലൊക്കെ ഇങ്ങനെ പൂപ്പൽ പോലെ കാണാം അല്ലേ, അതാണ് നമ്മൾ ഫംഗസ്. ഇപ്പോൾ എല്ലാവർക്കും ഫംഗസ് ബാധ എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഓർഗനിസം അല്ലേ ഇങ്ങനെയാണ്. ഈ ഫംഗസ് ബാധ എന്ന് പറയുന്ന ഫംഗിയാണ്. ദേ ഹാവ് എ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ അവർ നടത്തുന്നു. ദേ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ദി ബ്രെഡ്. This mode of nutrition in which organism take in nutrients from dead and decay matter is called saprophytic nutrition. അപ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേ മാറ്ററിൽ നിന്നുള്ള ഫീഡിങ്ങിനാണ് നമ്മൾ ഏത് പറയുന്നത്? സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് സാപ്രോട്രോഫ്സ് എന്ന്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഡെഡ് ആൻഡ് ഡീക്കേയിലുള്ള ആ ഒരു ഫുഡ് ഫീഡ് ചെയ്യുന്നതാണ് ഇത് സാപ്രോ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് സാപ്രോട്രോഫ്സ്. ഓക്കെ, വൺസ് അഗെയിൻ വാട്ട് ഈസ് എ സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ? ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം ഡൈജസ്റ്റ് ദ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽ. ഓക്കെ, അങ്ങനെയുള്ള ഓർഗാനിസത്തിന് പറയുന്ന സാപ്രോട്രോഫ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ സിംബയോസിസ്. സിംബയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Some organism live together and share both shelter and nutrients. നിങ്ങൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു കാഴ്ച കാണാമായിരിക്കും. എന്താ? ഒരു കൗ അല്ലെ, പശുവിൻ്റെ തൊട്ടടുത്ത് ചിലപ്പം ഈ വെളുത്ത കൊക്കോ അല്ലെങ്കിൽ കാക്കയോ അങ്ങനെയുള്ള നല്ല ബേർഡ്സൊക്കെ കാണും. എന്താണ് അവർ? എന്താണ് ആ ഒരു കൗവിൻ്റെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഇൻസെക്റ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇതിൻ്റെയൊക്കെ ഇങ്ങനെ പുറത്തിരിക്കുന്നത് കാണാം അല്ലേ. നമുക്കറിയാം കൊക്കിനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് രണ്ടുപേർക്കും ഗുണമാണ്. ആർക്കാണ്? ആ ഒരു കൊക്കിനാണെങ്കിൽ അതിന് ഫുഡ് കിട്ടുന്നു, അതുപോലെ തന്നെ ആ കൗവിന് അതിൻ്റെ ശരീരത്തുള്ള ഇൻസെക്റ്റ് അല്ലെങ്കിലുള്ള ചെറിയ ചെറുകളോ അങ്ങനെയൊക്കെയുള്ള ഇല്ലേ അതൊക്കെ നഷ്ടം അല്ലേ പോവുകയും ചെയ്യും. അപ്പോൾ രണ്ടുപേർക്കും ഒരു ഗുണമുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ഷെയറിങ് മെത്തേഡിലുള്ള ഒരു ന്യൂട്രീഷനെയാണ് പറഞ്ഞത് സിംബയോസിസ് എന്ന് പറയും. ഓക്കെ, സിംബയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓർഗാനിസംസ് ലീവ് ടുഗദർ ആൻഡ് ഷെയർ ഷെൽട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. അങ്ങനെ ഏതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഒന്നെങ്കിൽ ഒന്നിന് ഫുഡ് കൊടുക്കുന്നു, അപ്പോൾ തിരിച്ച് ഷെൽട്ടർ കൊടുക്കുന്നു അല്ലേ. ഇങ്ങനെയുള്ള ഒരു ഷെയറിങ് മെത്തേഡിലുള്ള ന്യൂട്രീഷനാണ് ഏത് പറയുന്നത്? സിംബയോസിസ് അല്ലെ സിംബയോട്ടിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് പേജ് നമ്പർ 7 ആണ്. അണ്ടർസ്റ്റാൻഡ്
Some organisms live together and share both shelter and nutrients. This relationship is called symbiosis. Okay. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ലൈക്കൺ എന്ന് പറയും. ലൈക്കൺ സിംബയോസിസിനൊരു ഇതാണ് ലൈക്കൺ എന്ന് പറയുന്നത് ഫംഗസും പിന്നെ ആൽഗയും കൂടെ ഒന്നിച്ച് രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള ഒരു കഴിയുന്നതാണ് ലൈക്കൺ എന്ന് പറയുന്നത്. അതായത് ഫംഗസ് ആൽഗയും കൂടെ ഉള്ളതാണ് ലൈക്കൺ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ലൈക്കണ് ക്ലോറോഫിൽ കണ്ടെയ്നിങ് പാർട്ട്ണറാണ് വിച്ച് ഈസ് ആൽഗ. ആൻഡ് ഫംഗസ് ലീവ് ടുഗദർ. ദ ഫംഗസ് പ്രൊവൈഡ് ഷെൽട്ടർ, വാട്ടർ ആൻഡ് മിനറൽസ് ടു ദ ആൽഗ. ആൻഡ് ഇൻ റിട്ടേൺ ദ ആൽഗ പ്രിപ്പയർസ് ആൻഡ് പ്രൊവൈഡ്സ് ഫുഡ് ടു ദ ഫംഗസ്. ഓക്കെ. നിങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങൾ കാണല്ലേ, കണ്ടോ? ഇൻ ഓർഗാനിസം കോൾഡ് ലൈക്കൺസ് എ ക്ലോറോഫിൽ കണ്ടെയ്നിങ് പാർട്ട്ണർ വിച്ച് ഈസ് ആൽഗ നമ്മൾ പറഞ്ഞതാണ്. പ്ലാന്റ് ആണ്, ക്ലോറോഫിലുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ് എന്തായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അല്ല ഫുഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആൽഗ. ഇനി ഫംഗസ് ഇവർ തമ്മിൽ ഒന്നിച്ച് കഴിയുന്നല്ലേ. ഇത് ഫംഗസ് പ്രൊവൈഡ് ഷെൽട്ടർ. ഫംഗസ് എന്ത് ചെയ്യുന്നു? ഷെൽട്ടർ, വാട്ടർ ആൻഡ് മിനറൽസ് ടു ദ ആൽഗ. എന്നിട്ട് തിരിച്ചെന്നെ കൊടുക്കുന്നു. ഇൻ റിട്ടേൺ ദ ആൽഗ പ്രിപ്പയർ ആൻഡ് പ്രൊവൈഡ്സ് ഫുഡ് ടു ദ ഫംഗസ്. ഓക്കെ. അപ്പോൾ രണ്ടുപേരും കൂടെ ആ ഷെയറിങ്ങിലുള്ളതാണ് ഏത് സിംബയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. നെക്സ്റ്റ് ഈസ് ഹൗ ന്യൂട്രിയൻസ് ആർ റീപ്ലനിഷ്ഡ് ഇൻ ദ സോയിൽ. അല്ലേ, മണ്ണിലെ എല്ലാ ന്യൂട്രിയൻസും വേണം. ആ ന്യൂട്രിയൻസ് വേണം ട്രീസ് എല്ലാം പ്ലാന്റ്സിന് എടുക്കാനും അവിടെ ഫുഡ് ആക്കാനും. ഓക്കെ. അപ്പം നമ്മൾ നൈട്രജന് കിട്ടുന്ന കാര്യം പറഞ്ഞത് പ്ലാന്റ്സിന് എങ്ങനെയാണ് നൈട്രജൻ അല്ലേ എങ്ങനെയാണെന്ന് പറഞ്ഞത്. ഓക്കെ. അതാണ് റൈസോബിയം എന്ന് പറയുന്നത്. റൈസോബിയം cannot make its own food, so it is often lives in the roots of a gram peas. റൈസോബിയം ബാക്ടീരിയ എങ്ങനെയാണ് ബീൻസിൻ്റെ, മൂങ്ങിൻ്റെ, പീസിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു വേരുകളിൽ അവിടെ ആണ് ഈ ഒരു റൈസോബിയം ബാക്ടീരിയ കാണുന്നത് അല്ലേ. ആ റൈസോബിയം ബാക്ടീരിയ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നു, നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് ഈ റൈസോബിയം ബാക്ടീരിയ ആണ്. അപ്പം ഇങ്ങനെയുള്ള ലെഗുമിനസ് പ്ലാന്റ് എന്ന് പറയുന്നത്, ലെഗുമിനസ് പ്ലാന്റിൻ്റെ നോഡിലാണ് ഇത് റൈസോബിയം കാണുന്നത്. ഓക്കെ. ലെഗുമിനസ് എന്ന് പറഞ്ഞാൽ പയറുവർഗത്തിൽപ്പെട്ട പ്ലാന്റുകളെയാണ് എന്ത് പറഞ്ഞത്, ലെഗുമിനസ് പ്ലാന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. പയറുവർഗത്തിൽ പെട്ട പ്ലാന്റാണ് ലെഗുമിനസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആ ലെഗുമിനസ് പ്ലാന്റ് നോഡുകളിലാണ് ഇത് റൈസോബിയം ബാക്ടീരിയ കാണുന്നത്. ഓക്കെ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. what are the importance of rhizobium bacteria for the farmers? അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഫാമേഴ്സൊക്കെ നൈട്രജനസ് ആയിട്ടുള്ള വളങ്ങളൊക്കെ മണ്ണിൽ ചേർക്കാം അല്ലേ. അപ്പോൾ ഇത് നൈട്രജൻ ഏത് വേണം, പ്ലാന്റിന് വേണം. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള നൈട്രജന് വേണമായതുകൊണ്ട് എന്ത് വേണം അറിയാം, റൈസോബിയം ബാക്ടീരിയ ആർക്ക് പ്രധാനമാണ്, ഫാമേഴ്സിന് പ്രധാനമാണ്. അവരുടെ വളർച്ചയുടെ പ്ലാന്റിൻ്റെ വളർച്ച വേണ്ടേ. അപ്പോൾ യൂഷ്വലി ക്രോപ്സ് റിക്വയർ എ ലോട്ട് ഓഫ് നൈട്രജൻ ടു മേക്ക് പ്രോട്ടീൻ. They cannot utilize the atmospheric nitrogen. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നേരിട്ടെടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, റൈസോബിയം ബാക്ടീരിയ കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻറ്റു സോലുബിൾ ഫോം. ഓക്കെ. അണ്ടർസ്റ്റാൻഡ്? ലെഗുമിനസ് പ്ലാന്റിൽ എന്തുണ്ട്, റൈസോബിയം. ഇത് ബാക്ടീരിയ ആണ് കേട്ടോ. റൈസോബിയം ബാക്ടീരിയ ലെഗുമിനസ് പ്ലാന്റിലുണ്ട്. ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, വായുവിലുള്ള നൈട്രജനെ ഒരു സോളുബിളാക്കി മാറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻ ദിസ് വേ റൈസോബിയം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ദി ഫാമേഴ്സ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഫാമേഴ്സ് ടു സേവ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവർ. ഓക്കെ. അപ്പോൾ ഈ ഒരു സോളുബിൾ ആയിട്ടുള്ളത് മണ്ണിലായി അല്ലേ. ആ മണ്ണിൽ എന്താ റൂട്ടിങ്ങിന് വാട്ടർ വലിച്ചെടുക്കുമ്പോൾ ആ മണ്ണിലൂടെ ഉള്ള നൈട്രജനെ ഈ പ്ലാന്റിന് കിട്ടുന്നു. ഓക്കെ. അങ്ങനെ ഒരു ഇതിലാണ് ഈ തോട്ടങ്ങളിലൊക്കെ എന്ത് നടന്നത്, റബ്ബർ തോട്ടങ്ങളിലൊക്കെ പയറ് ചെടി നടാറുണ്ട്. എന്തിനാണ്, ഈ നൈട്രജന് ഈ ഒരു പ്ലാന്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കർഷകർ ഈ ഒരു പ്ലാന്റ് അല്ലെ പയറ് ചെടികൾ ഇങ്ങനെ നടുന്നത്. ഓക്കെ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ദിസ് ലെസൺ ഈസ് ഓവർ. താങ്ക് യു.